യൂട്യൂബ് ചാനലിൽ നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ മറ്റൊരാളെ മെയിൽ ഐ ഡി ആക്സസ് കൊടുക്കുന്നത്, മാനേജർ ആക്സസ് കൊടുക്കുന്നത്. അതിന് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ആദ്യം പോകേണ്ടത്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളിപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. അതിന് ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്, അതിൽ നമുക്ക് എടുക്കേണ്ടത് പെർമിഷൻ എന്ന് പറഞ്ഞുള്ള സെക്ഷനാണ്. പെർമിഷനിൽ നമുക്കിപ്പോൾ ഓൾറെഡി കാണാം നമ്മളുടെ കറൻ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും അത് ഓണറായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമ്മൾ പുതിയൊരാളെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അതിന് മുകളിൽ തന്നെ ഇൻവൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലാണ് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ യൂസർ നെയിം, ഇമെയിൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെലക്ട് ആക്സസ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ഓണറാണോ, എഡിറ്ററാണോ, അതോ സബ് ടൈറ്റിൽ എഡിറ്ററാണോ, വ്യൂവറാണോ എന്നുള്ളത്, മാനേജറാണോ എന്നുള്ളതൊക്കെ നമുക്കവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സൂം ഔട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അവിടെ മെയിൽ ഐ ഡി കൊടുക്കുക കറക്റ്റായിട്ട്. പെർമിഷൻ്റെ അവിടെ നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുക. ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുക. മെയിൽ ഐ ഡി കൊടുത്തിട്ട് നമ്മൾ സെലക്ട് ആക്സസ് കൊടുക്കുക. അതിൽ നമ്മൾ മാനേജർ ആക്സസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇൻവിറ്റേഷൻ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയുടെ ഓണറിൻ്റെ ഇൻബോക്സിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് അക്സെപ്റ്റൻസ് കൊടുത്തു കഴിയുമ്പോൾ അവർക്കും ഈ ചാനൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഓക്കെ ആവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പുതിയ മെയിൽ ഐ ഡി അല്ലെങ്കിൽ പുതിയൊരാളെ നമ്മുടെ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് പക്ഷേ നമ്മൾ ഓണർ ആയിരിക്കില്ല, നമ്മൾ തന്നെയായിരിക്കും ഓണർ. അവർക്ക് പ്രത്യേകിച്ച് ആക്സസ് കാര്യങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെരിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ തന്നെയാണോ ഇതിൻ്റെ ശരിക്കും നമ്മൾ ഈ മെയിൽ ഐ ഡി ആക്സസ് മാറ്റുന്നത്, അതിൻ്റെ ശരിക്കുള്ള ഓണർ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ വെരിഫിക്കേഷൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെരിഫിക്കേഷൻ നമ്മുടെ പാസ് കീയോ എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് വെരിഫൈയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അപ്പോൾ നമുക്കിപ്പം വീണ്ടും നമ്മുടെ സെറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പെർമിഷൻ്റെ സെക്ഷൻ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ സെറ്റിങ്സ് എടുത്തു, പെർമിഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. പെർമിഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം പുതിയതായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി മാനേജറായിട്ട് പെൻഡിങ് ഇൻവിറ്റേഷൻ ആണ്. പെൻഡിങ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മെയിൽ കൊടുത്തിട്ടുണ്ട്, ആ മെയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കൊള്ളും.